ISMന്റെ സംസ്ഥാന സമിതി വളരെ വ്യവസ്ഥാപിതമായ ആലോചനകൾക്ക് ശേഷം രൂപം നൽകിയിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് ഈല എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സമാനമായ സംരംഭങ്ങൾ വളരെ സന്തോഷപൂർവ്വം നടന്നു വരുന്നു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് ISMന്റെ സംസ്ഥാന സമിതിയിലുള്ളത്. ഈലാം എന്ന് പറയുന്നത് സമൂഹത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു കൈത്താങ്ങാണ്. ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു വലിയ ആദർശത്തിന്റെ പിന്മുറക്കലാണ് ഞാനും നിങ്ങളും. ആ ആദർശം നെഞ്ചോട് ചേർക്കുമ്പോൾ അതിനനുസൃതമായ ചലനങ്ങൾ നമ്മുടെ നാട്ടിൽ സാധ്യമാകേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് മദീനയുടെ മണൽത്തരികളെ കോരിത്തെരിപ്പിച്ച് അറേബ്യൻ സാമ്രാജ്യങ്ങളിൽ നിന്ന് വളർന്നു പന്തരിച്ച് ലോകമാസകലം ഏറ്റെടുക്കാൻ മാത്രമുള്ള പരിവർത്തനത്തിന് വിധേയമായ ഒരു ആദർശമാണ് എന്റെയും നിങ്ങളുടെയും കൈകളിലുള്ളത്. അതൊരു നാടിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു. അതൊരു നാട് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള സഹായത്തിന്റെ ഹസ്തമായിരുന്നു. ആ ഒരു തരത്തിലേക്ക് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഈലാം സെന്റർ മാറും എന്നുള്ളത് വലിയ സന്തോഷത്തോടുകൂടി ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഇന്നത്തെ സമൂഹം നമുക്കറിയാം, ഓരോരുത്തരും അവനവരിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന, എല്ലാത്തിനും മുകളിൽ സ്വാർത്ഥ താല്പര്യങ്ങളും ഭൗതികമായ ചിന്തകളും മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മലബാറിലെ അറിയപ്പെടുന്ന മാപ്പിള സാഹിത്യകാരൻ TV കൊച്ചുബാബ ഏറെക്കാലത്തിന് മുമ്പ് തന്നെ മലബാറിനെ കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. 14 വർഷക്കാലം പ്രവാസ ലോകത്ത് പണിയെടുത്ത് ഏതൊരു പ്രവാസിയുടെയും മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീടെന്ന സ്വപ്നമാണ്. 14 കൊല്ലത്തെ ചോര നീരാക്കിയുള്ള പരിശ്രമത്തിനിടയിൽ വീടെന്ന സ്വപ്നം പൂർത്തിയാക്കി വീട് കുടിക്കൂടാൻ വേണ്ടി നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോ ഭാര്യയുടെ ഫോൺ കോൾ. ഏതായാലും വീട് പൂർത്തിയായല്ലോ, കാർ പോർച്ചിൽ നിർത്താൻ ഒരു കാർ കൂടി വാങ്ങിയിട്ട് പോകാൻ പോരെ. വീണ്ടും 2 വർഷക്കാലം പണിയെടുത്തു. കാർ പോർച്ചിൽ നിർത്താൻ ഒരു കാറും വാങ്ങി നാട്ടിലേക്ക് യാത്ര പുറപ്പെടാനിരിക്കുമ്പോഴാണ് സഹോദരൻ അറ്റാക്ക് സംഭവിച്ചുകൊണ്ട് മരണപ്പെടുന്നത്. അറ്റാക്ക് സംഭവിച്ചു മരണപ്പെട്ടു പോയ തന്റെ ഭർത്താവിന്റെ മയ്യത്ത് സ്വീകരിക്കാൻ വേണ്ടി പുതിയ കാറിൽ എയർപോർട്ടിലേക്ക് പോകുമ്പോ കാറിന്റെ ഡ്രൈവർ ഈ പെണ്ണിനോട് ചോദിച്ചത്രേ, ഇന്നേ വരെ ഒരു മനുഷ്യനും യാത്ര ചെയ്യാത്ത വാഹനത്തിലേക്ക് മയ്യത്തിനെ കയറ്റുകയോ? ആ പെണ്ണ് പറഞ്ഞു, എങ്കിൽ നമുക്ക് ടാക്സി വിളിക്കാം. ടാക്സിയിൽ മയ്യത്തുമായി കടന്നു വരുമ്പോ വീണ്ടും ഈ പെണ്ണിന്റെ മനസ്സിലൊരു ചിന്ത, ഇന്നേ വരെ ഒരു മനുഷ്യനും താമസിക്കാത്ത വീട്ടിലേക്ക് മയ്യത്തിനെ കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നമുക്ക് തറവാട്ടിലേക്ക് പോകാം. ആ മയ്യത്തിനെ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ മയ്യത്ത് പറയുന്നതായി TV കൊച്ചുബാബ പറയാ, എടി നീയാണ് ഈ ലോകത്ത് ജീവിക്കാൻ പഠിച്ചത്. ഇതൊരു നാടിന്റെ ചിത്രമാണ്. സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് മുന്നിൽ ബന്ധങ്ങളെ വലിച്ചെറിയപ്പെടുന്ന വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഇതെല്ലാ മേഖലകളെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായ ഒരു കടയുടെ പരസ്യം 5 പദങ്ങളാണ്. ആദ്യം പറയുന്ന 4 പദങ്ങൾ മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. 5ാമത്തത് ആ കടയുടെ പേര്. എന്തൊക്കെയാ 4 പദങ്ങൾ എന്നറിയോ? 1 ബിരിയാണി, 2 പന്ത് കളി, 3 മാപ്പിളപ്പാട്ട്, 4 ആയുർവേദം. വിശദീകരിക്കേണ്ടതില്ല. 1ാമത്തത് ബിരിയാണി എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മുടെ നാട്ടിലില്ല. ഏത് നാട്ടിൽ ഏത് സമയത്ത് ഏത് 2 ടീമുകൾ തമ്മിൽ കളിച്ചാലും അതിനുവേണ്ടി വാദമുപ്പിലേർപ്പെടാനും തമ്മു തല്ലാനും വേണമെങ്കിൽ ഉറക്കം ഒഴിവാക്കി അതിന്റെ പിന്നാലെ പോകാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. അന്യ പെണ്ണും അന്യ പുരുഷനും കാട്ടിക്കൂട്ടുന്ന കോപ്രായികളാണെങ്കിലും ശരി, അതിന്റെ മുമ്പിൽ മാപ്പിള എന്ന് ചേർത്താൽ മാപ്പിള പാട്ടെന്ന് കരുതി പിന്നാലെ പോകും നമ്മൾ. എല്ലാം കഴിഞ്ഞ് കാലിനും കയ്യിനൊക്കെ വേദന വരുമ്പോ പിന്നെന്താ, ആയുർവേദം തന്നെയാണ് ശരണം.
ഇതൊരു നാടിന്റെ ജീവിച്ചിരിക്കുന്ന ചിത്രമായി ഒരു പരസ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇതെന്റെയും നിങ്ങളുടെയും വീടുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തുന്ന സമയത്ത് പാപ്പ എനിക്കൊരു മൊബൈൽ ഫോൺ വേണമെന്ന് പറയുമ്പോ ഏത് വെള്ളത്തിൽ വീണാലും റേഞ്ച് വലിക്കുന്ന പഴയ വലിയ നോക്കിയുടെ സെറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങിക്കൊടുത്താൽ ഉപയോഗിക്കാൻ എത്ര മക്കൾ തയ്യാറാവും? പാപ്പ എനിക്കൊരു ബൈക്ക് വേണമെന്ന് പറയുമ്പോ ഏത് കയറ്റുകയറുന്ന നല്ല പുള്ളിക്കുമയിലേക്കുള്ള മീൻകാർ ഓടിക്കുന്ന MH വാങ്ങിക്കൊടുത്താൽ ഉപയോഗിക്കാൻ എത്ര മക്കൾ തയ്യാറാവും? ഇവിടെ മൊബൈൽ ഫോൺ വിളിക്കാനും ബന്ധം പുതുക്കാനുമല്ല, കാണാനും കാണിക്കാനുമാണ്. ബൈക്ക് യാത്ര ചെയ്യാനല്ല, അഭ്യാസ പ്രകടനം നടത്താനാണ്. അതുകൊണ്ടാണ് 2022 മുദ്രണം ചെയ്ത ടീഷർട്ട് ധരിക്കണമെന്ന് നമ്മുടെ ചെറുപ്പക്കാർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. സമൂഹം അവരവരിലേക്ക് ചുരുങ്ങി പോവുകയും സ്വന്തത്തിലേക്ക് ചുരുങ്ങി നാടിന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ISMന്റെ സംസ്ഥാന, ജില്ലാ, മണ്ഡലം സമിതികൾ വളരെ വ്യവസ്ഥാപിതമായി ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഇവിടെ എവിടെയും നമുക്ക് യുവാക്കളെ കാണാനില്ല. ഇവിടെ വ്യത്യസ്ത സംഘടനകളുടെ നേതാക്കന്മാരുണ്ട്, പ്രതിനിധികളുണ്ട്. ഇവിടെ എല്ലാ യുവജന സംഘടനകൾക്കും പറയാനുള്ള പ്രശ്നം അവിടെ യൂത്തിനെ കിട്ടുന്നില്ല എന്ന, യുവജനങ്ങൾ ഇല്ല എന്ന. സോമൻ കടലൂർ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ പാട്ട് പാടിയിട്ടുണ്ട്. നാട്ടിലില്ല, വീട്ടിലില്ല, നാലാം കൂടുന്നിടത്തു നിലവിലില്ല, കല്യാണ വീട്ടിൽ സാന്നിധ്യമില്ല, മരണവീട്ടിൽ മഹാമൗനത്തിലില്ല, പാർട്ടിയിലില്ല, ജാഥയിലില്ല, വായനശാലയുടെ പരിസരത്തൊന്നുമില്ല. യുവാവേ, നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ചിലരൊക്കെ ഫേസ്ബുക്കിൽ മറുപടി എഴുതി, വാട്സപ്പിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, എവിടെയൊക്കെ വൈഫൈ ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന യുവത്വത്തിന് മുന്നിലാണ് ഒരു മാറ്റത്തിന്റെ പ്രതിനിധാനം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമൂഹം നമ്മൾ ഇന്ന് കടന്നു വരുന്നത്. സ്ട്രോക്ക് സംഭവിച്ച് ജീവന്റെ അവസാനത്തെ കണികൾക്ക് വേണ്ടി മല്ലിട്ടടിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പയുമായി ആംബുലൻസിൽ യാത്ര പോകുമ്പോ വഴിയരികിൽ രക്തം വാർന്നൊലിച്ച് ജീവന്റെ അവസാനത്തെ നിമിഷത്തിന് വേണ്ടി കേഴുന്ന ഒരു സഹോദരൻ രക്തം വാർന്നൊലിക്കുമ്പോഴും ആംബുലൻസിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ സ്മാർട്ട് ഫോൺ എടുത്ത് രക്തം വാർന്നൊലിക്കുന്ന സഹോദരന്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത് അവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. കണ്ണുണ്ടായ പോലെ കാണണമെന്ന് അതും പറഞ്ഞ് അവനവന്റെ യാത്ര തുടർന്നു. രക്തം വാർന്നൊലിച്ച ആ സഹോദരൻ പിറ്റേ ദിവസത്തെ പത്രത്തിൽ മരണപ്പെട്ടിരിക്കുന്ന വാർത്ത കേരളക്കര കണ്ടതാ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മുടെ നാട് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിൽ അപകടത്തിൽപ്പെട്ട് രക്തം വാർന്നൊലിക്കുന്ന സഹോദരൻ തന്റെ കാലിലെങ്ങാനും രക്തമാകുമോ എന്ന് ചിന്തിച്ചു അവനെ പരിഗണിക്കുക പോലും ചെയ്യാതെ യാത്ര മുന്നോട്ട് നീങ്ങി ഒടുവിൽ വീട്ടിലെത്തുമ്പോ ചാനൽ തുറന്നപ്പോ കാണുന്നത് അത് തന്റെ പ്രിയപ്പെട്ട അനിയനായിരുന്നു. സ്വന്തം അനിയനെ മനുഷ്യനായി തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നാട് മാറുമ്പോഴാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ സമൂഹം ഏറ്റെടുക്കുന്നത് എന്നുള്ളത്. അവിടേക്ക് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ഒന്നാണ് എന്നും നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഓരോരുത്തരുടേതുമായി തിരിച്ചറിയാനുള്ള ഒരു മാനസികമായ വിശാലതയിലേക്ക് മാറാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഊട്ടിയിലെ ബസ് സ്റ്റാൻഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഓരോ ബസ്സിലെ യാത്രക്കാരുടെയും അടുക്കൽ ചെന്ന് എച്ചിൽ പാത്രവും കയ്യിൽ പിടിച്ച് അവരുടെ മുന്നിൽ കൈകെട്ടി അവർ നൽകുന്ന 50 പൈസയും 1 രൂപയും ചേർത്ത് വെച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു യാതകനായ സഹോദരൻ. ആ സഹോദരൻ സ്വാമി നിത്യ ചൈതന്യയുടെ മുന്നിൽ ചെന്ന് കൈകൾ നീട്ടുകയാണ്. സ്വാമി തന്റെ കീശയിൽ നിന്ന് 5 രൂപയുടെ കോയിനെടുത്ത് അദ്ദേഹത്തിന്റെ കൈകളിൽ കൊടുത്തപ്പോ ആ സഹോദരൻ ആ 5 രൂപ ഏറ്റുവാങ്ങുമ്പോ സ്വാമിജി ആ സഹോദരനെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന അന്നത്തോടുകൂടി ആ മനുഷ്യൻ യാചന നിർത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് ആളുകൾ ഗാന്ധി തലകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എനിക്ക് പണം നൽകിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളാണ് എന്നെ പരിഗണിച്ചത്, അതുകൊണ്ട് ഞാൻ ഇനി ഒരു യാചകനായി മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന ചരിത്രം കേരളത്തിന്റേതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഒരാളും പരിഗണിക്കാത്ത മണ്ണിൽ പുരണ്ടു കിടന്ന കറുത്തവനായ ഒരാളുടെ മുന്നിലും എഴുന്നേറ്റ് നിൽക്കാൻ ചങ്കൂറ്റമുണ്ടായിരുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത മുത്തെന്ന് പരിചയിക്കപ്പെടുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ആദർശത്തിന്റെ തണലിലേക്ക് കടന്നു വന്നത് ആളുകൾക്ക് മുന്നിൽ വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിന്റെ കൈക്ക് പിടിച്ചതുകൊണ്ടാണ്. അതാ ജനങ്ങളോടുള്ള പരിഗണന എന്ന് പറയുന്നത്. നമുക്ക്
ആളുകളെ കാണാൻ സമയമില്ല, ആളുകളെ ഒന്നും നോക്കാൻ സമയമില്ല, അവരെ പരിഗണിക്കാൻ സമയമില്ല. അവിടെയാണ് കൈ പിടിച്ചതിന്റെ പേരിൽ ആദർശത്തിന്റെ വഴികളിലേക്ക് കടന്നു വരുന്ന ബിലാൽ സുന്ദരമായ ചരിത്രം നമ്മുടെ മുന്നിലുള്ളത് എന്ന് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നമ്മളൊക്കെ ഒരുപാട് സംസ്കാരങ്ങളൊക്കെ മാറ്റപ്പെട്ടു പോയി. ഒരു കാലത്ത് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞി കുടിച്ചവർ ഈ സദസ്സിലുണ്ടല്ലോ, ഇലക്കറികൾ തിന്നവർ ഈ സദസ്സിലുണ്ട്, കപ്പയും അതോടനുബന്ധിച്ചുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ കഴിച്ചവർ അല്ലേ പ്രിയമുള്ളവരെ? അതായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഭക്ഷണം. എന്നാൽ ഇത് കഞ്ഞി എന്ന് പറഞ്ഞാൽ അതൊരു തെറിയായി മാറി. ഒരു കഞ്ഞി എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തവരാ. നമ്മുടെ പഴയകാല ഭക്ഷണം ഒരു തെറിയായി മാറുന്ന ഒരു ഘട്ടത്തിലല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കുന്നത്? അവിടുത്തെ ഭക്ഷണം മാറി. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഫുൾ ജാർ സോഡയില്ല. കഴിഞ്ഞ റമദാനിൽ ഒരാൾ പറഞ്ഞു ഫുൾ ജാർ സോഡ കുടിച്ചില്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന. അങ്ങോട്ട് എത്തി നമ്മള് ഇല്ല പ്രിയപ്പെട്ടവരെ. റമദാനിന്റെ സുന്ദരമായ വഴിത്താരകളിൽ പോലും തറാവീഹിന്റെ സമയത്ത് പുണ്യം നേടാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ പോയത് ഫുൾ ജാർ സോഡയുടെ, കുപ്പിയിലിട്ട സോഡയുടെ, മുളയിലിട്ട സോഡയുടെ പിന്നാലെ പോകുന്ന ആളുകള. നമ്മൾ വിചാരിച്ചതെന്താ? നമ്മൾ കുടിക്കുന്ന ഭക്ഷണത്തിന് ചരിത്രത്തിൽ പ്രാധാന്യമുണ്ടെന്ന. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ചരിത്രവും ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. കുടിച്ച വെള്ളത്തിന് ചരിത്രത്തിൽ ഒരു പ്രാധാന്യവും ഇല്ല. എന്നാൽ കഴിക്കാത്ത ഭക്ഷണത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥാനമുണ്ട്. ഞാൻ വളരെ ബോധപൂർവമാണ് പറയുന്നത്. കഴിക്കാത്ത ഭക്ഷണത്തിന് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമായത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു സഹോദരൻ കടന്നു വന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടി വല്ലതും നൽകുമോ എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഈ സുഹൃത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? എല്ലാവരും തലതാഴ്ത്തി. റസൂൽ രണ്ടാമതും ചോദിച്ചു, ആരെങ്കിലും കൊണ്ടുപോകുമോ? അബൂദർ റളിയല്ലാഹു വീട്ടിലേക്ക് ഓടി. മൂന്നാമത് ചോദിച്ചപ്പോ ഓടി വന്ന് പറഞ്ഞു, പ്രവാചകരെ ഞാൻ കൊണ്ടുപോകാം. എന്തിനാ ഓടിയത്? വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? ഭാര്യ പറഞ്ഞു, മക്കൾക്ക് മാറ്റിവെച്ചിരിക്കുന്ന റൊട്ടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, മക്കളെ ഉറക്കി കിടത്തണം, ഞാനൊരു സഹോദരനെയും കുട്ടി വരാം. ആ സഹോദരനെ കുട്ടിയാണ് പ്രിയപ്പെട്ടവരെ അബൂദർ വീട്ടിലേക്ക് പോകുന്നത്. റസൂലുള്ളാഹി ഏൽപ്പിച്ച സഹോദരനെയുമായി വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ നീ വളക്കിണക്കണം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ലൈറ്റ് ഓഫ് ആക്കണം. ഞാൻ അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കും, അവൻ ഭക്ഷണം കഴിക്കും. പ്രിയപ്പെട്ടവരെ, ഇവരൊന്നും സ്വർഗ്ഗത്തിലെ മണ്ണ് കൊണ്ട് പടച്ചവരായിരുന്നില്ല. എന്നാ അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി ഭക്ഷണം വേണ്ടെന്ന് വെച്ചു. പ്രിയപ്പെട്ടവരെ, 14 നൂറ്റാണ്ട് മുമ്പ് നടന്ന ആ റൊട്ടിയാകുന്ന ചരിത്രം ഇന്നും നമ്മൾ ഓർത്തത് അബൂദുൽ റൊട്ടി കഴിക്കാത്തത് കൊണ്ടാണ്. അബൂദുൽ കഴിക്കാത്ത റൊട്ടിയാണ് ഇന്നും ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളത്. യർമൂക്കിന്റെ മണൽത്തരികളിൽ പ്രകമ്പനം വിളിച്ചുകൊണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ദാഹിച്ചു വലഞ്ഞ സഹോദരൻ അപ്പുറത്തുള്ള വെള്ളത്തിന്റെ നേരെ നടന്നു പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട സഹോദരനെ കാണുമ്പോ അവന് വേണ്ടി വെള്ളം വേണ്ടെന്ന് വെക്കുന്നു. അവൻ മുന്നോട്ട് പോകുമ്പോ മറ്റൊരാൾക്ക് കുടിക്കാൻ വേണ്ടി അത് വേണ്ടെന്ന് വെക്കുന്നു. അവസാനം തിരിച്ചു വരുമ്പോഴേക്ക് ആർക്കും വെള്ളം കുടിക്കാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ചരിത്രം ഇന്നും നമ്മൾ ഓർത്തത് മരണപ്രാളത്തിൽ കിടക്കപ്പെടും. ആ വെള്ളം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ടവരെ സംവിധാനിച്ചത് കൊണ്ട് അവർ ആ വെള്ളം കുടിക്കാത്തത് കൊണ്ട് അത് ചരിത്രത്തിന്റെ ഭാഗമായി ആളുകൾക്ക് പങ്കുവെച്ചത് പ്രിയപ്പെട്ടവരെ ചരിത്രമായി മാറുന്നുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു സദസ്സിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിച്ചു നിൽക്കുന്ന സഹോദരങ്ങളോട് ചോദിച്ചല്ലോ, ഈ കൂട്ടത്തിൽ സുന്നത്ത് നോമ്പ് ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ആളുകൾ കൈമുട്ടി. റസൂലുള്ളാഹി രണ്ടാമത് ചോദിച്ചു, ഈ സമയത്തിനുള്ളിൽ ഒരു അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ആളുകൾ കൈമുട്ടി. മൂന്നാമത്തെ ചോദ്യം, ഈ സമയത്തിനിടക്ക് ഒരു രോഗിയെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് പറയുന്നു പലരും. നാലാമത്തെ ചോദ്യം, ഈ സമയത്തിനിടക്ക് ഒരു മയ്യത്തിനെങ്കിലും അനുഗമിച്ച ആരെങ്കിലും ഉണ്ടോ? ഉച്ചയാകുമ്പോഴേക്ക് സുന്നത്ത് നോമ്പുകാരനായിരിക്കെ രോഗിയെ സന്ദർശിച്ച് മയ്യത്തിനെ അനുഗമിച്ച് അതേ സമയത്ത് അഗതിക്ക് ഭക്ഷണം കൊടുത്ത ആ സദസ്സിലെ ഏക വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരേ ദിവസം രോഗിയെ സന്ദർശിക്കുമ്പോഴും പ്രയാസങ്ങളില്ലാതെ മയ്യത്തിനെ അനുഗമിക്കുമ്പോഴും പാവപ്പെട്ടവന്റെ പ്രതിസന്ധികളെ തിരിച്ചറിയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം
പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന സ്പെക്ട്രം അഴിമതിയും ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കരിമണൽ ഖനനവുമൊക്കെ ലോകത്തെ ഭരണകൂടങ്ങളെ ഉറപ്പിക്കുമ്പോൾ അഴിമതിയായി മാറുന്നു അല്ലേ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറിച്ച്, ഒരു വാർഡ് മെമ്പറെ കുറിച്ച് പറയുമ്പോഴേക്ക് നമുക്ക് പറയാനുള്ളത് എല്ലായിടത്തും ഈ രൂപത്തിലുള്ള അഴിമതിയെ കുറിച്ചാണ്. മായത്തിൽ, മതത്തിൽ, ബ്രഹ്മത്തിൽ മായം കലരാത്ത നാടുവിട മക്കളെ എന്ന് പാട്ട് പാടേണ്ടടുത്ത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോ ഒരു സാമ്രാജ്യത്തിന്റെ അറേബ്യയുടെ മണ്ണിന്റെ ഭരണാധികാരിയായി മാറുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അയൽവാസികൾ പറയാ, ഒരു മെച്ചൂല. അബൂബക്കർ ഖലീഫയായതുകൊണ്ട് കിട്ടിയ പാല് കിട്ടില്ല. ഇത്രയും കാലം നമ്മൾ പാല് കുടിച്ചിരുന്നു, അബൂബക്കർ തൂക്കപാത്രം പിടിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു, ഇനി ആ പാല് നിന്നു പോകുമല്ലോ എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുറ്റത്തേക്ക് ഇറങ്ങി, അബൂബക്കറിന് ജീവനുള്ള കാലം അത്രയും നിങ്ങളുടെ വീടുകളിൽ ഈ പാലുമായി അബൂബക്കർ വരുമെന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി തൂക്കപാത്രം പിടിച്ച് കടന്നു പോകുമ്പോ ഒരു വാർഡ് മെമ്പർ നടന്നു പോകാത്ത ലോകത്ത പ്രിയമുള്ളവരെ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇസ്ലാമിക സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് ഷാമിലുള്ള ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു പൗരസ്വീകരണം ഏർപ്പെടുത്തി. തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് ഷാമിലേക്ക് യാത്ര പോകുമ്പോ അദ്ദേഹത്തിന് ദാഹിച്ച സമയത്ത് തന്റെ ഷൂസിൽ കയറ് കെട്ടി കിണറ്റിലേക്കിട്ട് വെള്ളം കുടിച്ച് യാത്ര തുടരുക. അന്നത്തെ ഷൂസ് എന്ന് പറഞ്ഞാൽ മൃഗത്തിന്റെ തോല് കൊണ്ടുണ്ടാക്കിയ ഷൂസാണ്. അത് നനഞ്ഞു കുതിർന്നു പോയാൽ ധരിക്കാൻ കഴിയില്ല. ആ കയറ് മറ്റേ ഭാഗത്തിൽ ചെരുപ്പിൽ കെട്ടി തോളിട്ടുകൊണ്ട് യാത്ര പോകുമ്പോ ചോദിക്കുന്നത് എന്ത് പണിയാ? ഒരു നാട് സ്വീകരണം ഏർപ്പെടുത്തുമ്പോ ചെരുപ്പ് തോളിലിട്ടോ? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആരുടെ മുന്നിൽ ഈ രൂപത്തിൽ ഓച്ചാരിച്ചു നിന്നുകൊണ്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്, എനിക്ക് എന്റെ ദൈവത്തിനോട് മറുപടി പറയാനുള്ളൂ. ആകാരങ്ങളിലോ അത്തരത്തിലുള്ള ഭംഗികളിലോ അല്ല പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സാധാരണക്കാരനായി ജീവിച്ചു മുന്നോട്ട് പോകുക. അലി റളിയല്ലാഹു അൻഹു വലിയ ലാഭത്തിൽ ഒരു ചാക്ക് ഈത്തപ്പഴം കിട്ടുക. ആ ഈത്തപ്പഴം കിട്ടിയിട്ട് അത് തോളിലേക്ക് നടന്നു പോകുക. നിങ്ങൾ ഒരു ഖലീഫ ചാക്കിൽ ഈത്തപ്പഴവുമായി കടന്നു പോകുന്നു. സൽമാൻ ഫാരിസി ഗവർണറായ ഘട്ടം, ആ ഘട്ടത്തിൽ ഒരു സുഹൃത്ത് അത്തിപ്പഴത്തിന്റെ ചാക്കുമായി വരുമ്പോ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് സൽമാൻ ഫാരിസിയ. സൽമാൻ ഫാരിസിയുടെ പരിപ്പ വസ്ത്രം കണ്ടപ്പോ ഒരു പോർട്ടറാന്ന് തോന്നിയില്ല. സൽമാൻ ഫാരിസിനെ വിളിച്ചു, ഇത് നിന്റെ വീട്ടിൽ എത്തിച്ചല്ലോ. സൽമാൻ ഫാരിസ് റഹ്മത്തുള്ളാഹി ആ ചാക്കുമായി ഇങ്ങനെ പോകുമ്പോ ആൾക്കാർ ചോദിക്കുക, എന്താ ഈ പണി? ഗവർണറെ കൊണ്ട് ചാക്ക് ചുമടെത്തിക്കുകയോ എന്ന് ചോദിക്കുമ്പോ ഈ സഹോദരത്തിൽ പറയാ, മാപ്പാക്കണം, അറിയാം നിങ്ങള് ഇവിടുത്തെ ഗവർണറാണെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് സൽമാൻ ഫാരിസി ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ എന്റെ സ്വർഗം തടയുന്നത് എന്ന നാളത്തെ പത്രത്തിൽ ഈ നാടിന്റെ ഗവർണർ ആരാന്റെ ചുമടെത്തി എന്ന വാർത്ത വരാനല്ല, എന്തിനാ? അള്ളാഹുവിന്റെ മുന്നിൽ പ്രതിഫലം നേടാൻ. ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ നാട്ടിലെ പ്രശ്നങ്ങളിൽ, ഈ നാടിന്റെ പ്രതിസന്ധികളിൽ കൈത്താങ്ങായി മാറാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയാൻ എളുപ്പ, പക്ഷെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് അല്പം പ്രയാസമാണ്. അങ്ങനെ തന്നെയാ പണം പുറത്തേക്ക് ഇറങ്ങുമ്പോ പാവപ്പെട്ട ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത പ്രയാസം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു സഹോദരി, എന്താ പറയുക, ഗസറ്റഡ് ഉദ്യോഗസ്ഥനായ ഒരു സഹോദരന്റെ ഒപ്പ് കിട്ടാൻ വേണ്ടി വന്നതാ. എന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരൻ ഗസറ്റഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഒപ്പിട്ട് കിടത്തുമ്പോ മഫ്ത ധരിച്ച പർദ്ദയിട്ട ആ സ്ത്രീ എന്ത് ചെയ്തു? 100 രൂപ ചുരുട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൈക്കൂലി വാങ്ങാറില്ല. അപ്പൊ ഞാൻ ഏതായാലും ഇപ്പുറത്തിരിക്കുമ്പോ ഞാൻ പറഞ്ഞു, എന്റെ മേശപ്പുറത്ത് കണ്ണീരൊപ്പം കൈകോർക്കുന്ന ബോട്ടിലുണ്ട്, ഏതായാലും കിട്ടാറിയാണ്. ആ സ്ത്രീ എന്ത് ചെയ്തു? 100 രൂപ പേഴ്സിനുള്ളിൽ വെച്ചിട്ട് 10 രൂപ കിട്ടും. കൈക്കൂലി കൊടുക്കുമ്പോ 100 ആണെങ്കിലും പ്രശ്നമല്ല, പക്ഷെ നല്ലൊരു കാര്യത്തിന് 10 രൂപ കൊടുക്കുള്ളൂ. കാരണം എന്താ? ഇത് നഷ്ടമായി എന്നാണ് നമുക്ക് തോന്നുക. നമ്മൾ കൊടുക്കണമൊക്കെ നഷ്ടമാണെന്ന നമ്മുടെ ചിന്ത. പ്രിയപ്പെട്ടവരെ, ഇതേ ബാക്കിയാകൂ. നിങ്ങൾ ഇപ്പോഴത്തെ എനിക്കറിയാം, കൊറോണയുടെ മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് ചെന്ന കടപ്പുറത്തിന്റെ അങ്ങേ അറ്റത്ത് നിതാക്കാത്ത് കുരുക്കി സർവത്ത് എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ച് ഒരു ഉന്തുവണ്ടിയുമായി നടക്കുന്ന ഒരു സുഹൃത്തിന് എനിക്കറിയാം. ചോദിച്ചത് എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് 7 ലക്ഷത്തിന് ജോലി ചെയ്ത ആളാ ഞാൻ. നിതാക്കാത്ത് വന്നപ്പോൾ പോരേണ്ടി വന്നതാ. പ്രിയപ്പെട്ടവർ, അത്രയേ ഉള്ളൂ.
ഇവിടെ വരുമ്പോൾ ISFന്റെ ജില്ലാ ഭാരവാഹികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ചും ഈരാഫ് പോലെയുള്ള പ്രവർത്തനത്തിൽ ദിശാപരമായ നേതൃത്വം നൽകിയിരുന്ന ഫൈസൽ എന്ന് പറയുന്ന സഹോദരൻ ഇന്നലെ ചുറുചുറുക്കോടും ഇന്നലെ വരെ ഞാൻ പലപ്പോഴും നോക്കുമ്പോ ചിന്തിച്ചു പോകും. 24 മണിക്കൂർ ഫൈസലിന് തികയാറില്ല. ആ ഫൈസൽ ഇന്ന് രാവിലെ നമ്മളോട് വിട പറഞ്ഞു. അതിന് സുത്തമുള്ള ജീവിതം. നമ്മൾ വിട പറയുന്നതിന് മുമ്പ് നെറ്റിത്തളത്തിൽ വിയർപ്പ് കണങ്ങൾ ബാക്കിയുണ്ടാകണം. നമ്മുടെ വിശ്രമം എന്ന് പറയുന്നത് മരണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് ഒരു മുജാഹിദി എന്നുള്ള നിലക്ക് നമ്മുടെ പരമപ്രധാനമായ ദൗത്യം. ആ ദൗത്യത്തിന്റെ കൂടെ നാടിന്റെ പ്രശ്നങ്ങളെ നമ്മുടെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ കളിയാട്ടുമുക്കിലെയും പരിസരത്തും ഒരു പ്രയാസമുണ്ടെങ്കിൽ അവിടെ ഓടിയെത്താൻ ഒരു മുജാഹിദ് ഉണ്ടാകും. റസൂലുള്ളാഹ് നമുക്കറിയാം, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാണോ എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ലോകത്താണ് നമ്മളുള്ളത്. ഒരു ഫോട്ടോ വെച്ച്, തലയിൽ ഒരു കൊട്ട വെച്ച്, അതിൽ ബോംബ് വെച്ച്, ഒരു ബോംബുമായി നടക്കുന്ന തീവ്രവാദിയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഘട്ടത്തിൽ, പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ അങ്ങനെയൊരു മാതൃകയുള്ള മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും മാതൃക. ആർക്കാ റസൂലുള്ളാഹ് മാതൃകയില്ലാത്തത്? ഒരു വാപ്പ എന്നുള്ള നിലക്ക്, 7 മക്കളുടെ വാപ്പ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹ് നമുക്ക് മാതൃകയാണ്. 11 ഭാര്യമാരുടെ ഭർത്താവ് എന്നുള്ള നിലക്ക് ഒരു ഭർത്താക്കന്മാർക്ക് റസൂലുള്ളാഹ് മാതൃകയാണ്. മകൻ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹ് നമുക്ക് മാതൃകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്ന കൂട്ടുകാരൻ എന്നുള്ള നിലക്ക് കൂട്ടുകാർക്കിടയിൽ എങ്ങനെ ജീവിക്കണം റസൂലുള്ളാഹ് മാതൃകയാണ്. കർഷകൻ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹ് അവർക്കിടയിൽ മാതൃകയായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹ് മാതൃകയാണ്. എല്ലാം ഒരു ഭരണകർത്താവ്, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് മക്കയുടെ മദീനയുടെ മണ്ണിനെ ഭരിച്ച റസൂലുള്ളാഹ് നമുക്ക് മാതൃകയാണ്. ഏതൊക്കെ മേഖലകളിൽ റസൂലുള്ളാഹ് പള്ളിയിൽ വെച്ച് ജഡ്ജിയായി അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജഡ്ജിയായി ജീവിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും മാതൃകയായി മാറും. അതാണ് പറഞ്ഞത്, ആദർശത്തെ നെഞ്ചോട് ചേർത്ത് സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആദർശത്തിന്റെ ചരിത്രബോധമാണ് നമുക്ക് സമൂഹത്തിന് പകർന്നു നൽകാനുള്ളത്. അതിന് ഈ ഒരു സെന്റർ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിന്റെ തുടർക്കാല പ്രവർത്തനത്തിൽ ഈ പ്രദേശത്തെ ISFന്റെയും MSFന്റെയും പ്രവർത്തകർ KLMന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി MGMന്റെ സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മക്കയുടെ മദീനയുടെ മണ്ണിലുണ്ടായ പരിവർത്തനം, അതേ പരിവർത്തനത്തിന്റെ രാജപാത നമുക്ക് നമ്മുടെ ആദർശോചിതമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മണ്ണിൽ നിർവഹിക്കാൻ കഴിയും. അതിന് ഈ സെന്റർ ഒരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പടച്ചറപ്പ് നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു